ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആരൊക്കെ എന്തൊക്കെ തീരുമാനിച്ചാലും ഞാൻ എന്റെ മോളെയും കൊണ്ട് ഇവിടുന്ന് പോവും. ഇല്ല, അമ്മക്കുട്ടിയെ ഞാൻ തരില്ല. ഒരിക്കൽ അവൾ തകർത്തുടച്ചളഞ്ഞ ജീവിതം അവളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ തിരിച്ചു പിടിക്കും. അവൾക്ക് മുന്നിൽ ഞാനും സന്ധ്യയും സന്തോഷത്തോടെ തന്നെ ജീവിക്കും. നേരം ഇത്രയായിട്ടും അച്ചു ചേച്ചി അമ്മക്കുട്ടിയെ താഴെ വെച്ചിട്ടില്ല. അച്ചു ചേച്ചിയുടെ കയ്യിൽ നിന്ന് എങ്ങനെ കുഞ്ഞിനെ തിരിച്ചു വാങ്ങും? പറയാനുള്ളത് പറഞ്ഞേ പറ്റൂ. ചേച്ചി ചിലപ്പോൾ കുറച്ച് വിഷമിക്കും, എന്നാലും പറയാതിരുന്നാൽ അത് ശരിയാവില്ല. ചേച്ചി, ഞാനെന്നാ പോവാ. ആഹാ, നീ ഇതുവരെ ഇറങ്ങിയില്ലേ? ഞാൻ വിചാരിച്ചത് നീ അപ്പോഴേ പോയിന്നാ. ആ പിന്നെ സന്ദീപിന്റെ കയ്യില് മോളുടെ ഡ്രസ്സുകൾ കൊടുത്തുവിടുന്ന കാര്യം മറക്കല്ലേ. അമ്മുക്കുട്ടി, അമ്മയ്ക്കൊരു ടാറ്റ പറഞ്ഞേ. ടാറ്റ പറഞ്ഞേ. ടാറ്റാ. ഞാൻ പേടിച്ചത് സത്യമായി. നീ ഇറങ്ങുന്നില്ലേ? അല്ലെങ്കിൽ പിന്നെ നീ ഇപ്പൊ പോണ്ട. സന്ദീപിനെ വിളിച്ചിട്ടേ കുഞ്ഞിന്റെ ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങോട്ട് വരാൻ പറ. അപ്പൊ പിന്നെ നിങ്ങക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് തിരിച്ചു പോവാലോ. അതല്ല ചേച്ചി, എനിക്ക് മോളുമായിട്ട് ഇപ്പൊ തന്നെ പോണം. എന്താ പറഞ്ഞ? അമ്മുക്കുട്ടിയെ കൊണ്ടുപോവാനോ? അതെന്തിനാ? ചേച്ചി, അമ്മുക്കുട്ടി ഞാൻ പ്രസവിച്ച മോളല്ലേ? എന്റെ കുഞ്ഞല്ലേ അമ്മുക്കുട്ടി. എനിക്കെങ്ങനെയാ അവളെ ഇവിടെ വിട്ടിട്ട് പോവാൻ പറ്റാ? ഞാനിങ്ങോട്ട് വന്നത് തന്നെ അത് ചേച്ചിയോട് പറയാൻ വേണ്ടിയാ. എന്തൊക്കെയാ മോളെ പറയുന്നേ? ഇത്രയും നാളും ഇവളെ വളർത്തിയ അമ്മയല്ലേ ഞാൻ. അതുകൊണ്ട് ഞാൻ പ്രസവിച്ച കുഞ്ഞല്ലാതാവില്ലല്ലോ. ശിവരാമേട്ടൻ പറഞ്ഞതെല്ലാം ചേച്ചിയും കേട്ടതല്ലേ? സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെടുന്ന ഒരു അമ്മയുടെ വിഷമം ചേച്ചിക്ക് മനസ്സിലാവില്ലേ? എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അമ്മുക്കുട്ടിയെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അമ്മുക്കുട്ടിയെ എന്റെ മോളായിട്ടാ ഞാൻ കണ്ടിട്ടുള്ളത്. ചേച്ചി എന്നോട് ക്ഷമിക്കണം. ദയവ് ചെയ്ത് ഇനി എന്റെ കുഞ്ഞിന്റെ പേരിൽ ഒരവകാശവാദം ഉന്നയിക്കരുത്. എന്റെ മോളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കൊന്നുമില്ല. ചേച്ചി മോളെ ഇങ്ങ് തന്നെ, എനിക്ക് പോകാൻ സമയമായി. ഇല്ല, എന്റെ കുഞ്ഞിനെ ഞാൻ തരില്ല. ചേച്ചി, ചേച്ചി വേണ്ട, പ്ലീസ് ചേച്ചി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ചേച്ചിക്ക് ഇപ്പൊ സ്വന്തം കുഞ്ഞായില്ലേ? ഏത് നിമിഷവും ശിവരാമേട്ടൻ വന്ന് മാളൂട്ടെ കൊണ്ടുപോകും. പിന്നെ എനിക്ക് ഇവള് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ കുഞ്ഞിനെങ്കിൽ തന്നെ. വേണ്ട, വേണ്ട, എന്റെ കുഞ്ഞിനെ തരില്ല. പറയുന്നൊന്ന് കേക്ക്. ഇല്ല, ഞാൻ തരില്ല. അതിനെ കുഞ്ഞിനെങ്കിൽ തരാൻ. ഇല്ല, ഞാൻ തരില്ല. ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല. പ്ലീസ് അമ്മ, നീ എന്താടി കാണിക്കുന്നേ? ഈ കുഞ്ഞിനെ പേരിൽ നീ എന്തിനാ അവളോട് വഴക്ക് കൂടുന്നത്? അമ്മ, അമ്മുക്കുട്ടി എന്റെ മോളാ. അതുകൊണ്ട് അച്ഛൻ ഇത്രയും കാലം അമ്മുക്കുട്ടിക്ക് കൊടുത്ത സ്നേഹം ഇല്ലാതാവുമോ? എടി, സ്വന്തം മോളായിട്ടല്ലേ അമ്മുക്കുട്ടി ഇത്ര നാൾ അവളെ വളർത്തിയത്? ഒന്നൊന്നും സത്യം ആർക്കും അറിയാറുന്നില്ലല്ലോ അമ്മ. അതൊക്കെ ശരി തന്നെ. പക്ഷെ നീ ഒന്ന് ആലോചിച്ച് നോക്ക് മോളെ. ശിവരാമൻ നിന്റെ കുഞ്ഞിനെ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചതാ. അവിടുന്ന് ഏതോ പിച്ചക്കാരാ കൊച്ചിനെ എടുത്തോണ്ടും പോയി. അച്ചു ആ കുഞ്ഞിനെ കണ്ടതുകൊണ്ടും തിരിച്ചറിഞ്ഞതുകൊണ്ടും മാത്രമാ ഇപ്പൊ അമ്മുക്കുട്ടി നമുക്ക് ജീവനോടെ കിട്ടിയത്, അല്ലേ? എടി, അവിടെ വെച്ച് വല്ല പൂച്ചയോ പട്ടിയോ കടിച്ചു കയറിയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? ഇല്ലെങ്കിൽ ഭിക്ഷക്കാരെടുത്തോണ്ട് പോയി ആർക്കെങ്കിലും കൊണ്ട് വിറ്റിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെടി? ദൈവമായിട്ടാ അച്ഛന്റെ കയ്യിൽ ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചു കൊടുത്തത്. ശരി തന്നെയാ, ഇവളെ പ്രസവിച്ചത് നീ തന്നെയാ. പക്ഷെ ഇവക്ക് ആദ്യം അമ്മയായതേ അച്ചുവാ.
അത് നീ മറക്കരുത് മോളെ. ഇവളുടെ കയ്യിൽ നിന്ന് അമ്മുക്കുട്ടിയെ പിടിച്ചു പറിച്ചോണ്ട് പോവാൻ നീ ഒരിക്കലും ശ്രമിക്കരുത്. അത് വലിയ തെറ്റായി പോവും. ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? ഞാൻ പ്രസവിച്ച കുഞ്ഞിന്റെ മേലിൽ എനിക്ക് ഒരു അവകാശമില്ലെന്നാണോ നിങ്ങളൊക്കെ പറയുന്നത്? അങ്ങനെ ആരെങ്കിലും ഇവിടെ പറഞ്ഞോ? എനിക്ക് എന്റെ മോളെ പിരിയാൻ പറ്റില്ല. അമ്മ, വെട്ടിമുറിച്ച് രണ്ടുപേർക്കും തരാൻ ഇത് തടികൃഷ്ണമൊന്നും അല്ലല്ലോ, ഒരു കുഞ്ഞല്ലേ. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ. അതാര് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. ആരൊക്കെ എന്തൊക്കെ തീരുമാനിച്ചാലും ഞാൻ എന്റെ മോളെയും കൊണ്ട് ഇവിടുന്ന് പോവും. ഇല്ല, അമ്മക്കുട്ടിയെ ഞാൻ തരില്ല. അച്ചു മോളെ, നിനക്ക് അമ്മുക്കുട്ടിയെ ഉപേക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ ആദിക്കും അതുപോലെ തന്നെയല്ലേ. അവള് പ്രസവിച്ച കുഞ്ഞിനെ അവക്ക് വേണമെന്ന് പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എങ്കിൽ പിന്നെ അമ്മ തന്നെ ഇതിനൊരു പരിഹാരം പറ. ആ, ഒരു പരിഹാരമേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും അമ്മുക്കുട്ടിയുടെ അമ്മമാരാവണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ രണ്ടുപേരും ചേർന്ന് വേണം ഇവളെ വളർത്താൻ. നിങ്ങൾ രണ്ടുപേർക്കും ഇവളൊരു അവകാശം ഉണ്ടാവാൻ പാടില്ല. എന്താ, ഇനി അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഞാൻ ഇവളെ വളർത്തിക്കോളാം. ഒരു കുഞ്ഞിനെ കൂടെ വളർത്താനുള്ള ആരോഗ്യമൊക്കെ എനിക്കിപ്പോഴും ഉണ്ട്. എന്താ, അത് വേണോ? മക്കളെ, അമ്മക്കുട്ടിയുടെ പേരിൽ നിങ്ങൾ തമ്മിലൊരു വഴക്കോ തർക്കമോ ഒന്നും പാടില്ല. നിങ്ങൾ രണ്ടുപേരും അവളുടെ അമ്മമാരാ. സത്യത്തിൽ അമ്മുക്കുട്ടിയാ ഭാഗ്യവതി. അവക്ക് രണ്ടമ്മമാരുടെ സ്നേഹമല്ലേ കിട്ടുന്നത്, അല്ലേ? പെറ്റമ്മയും പോറ്റമ്മയും എന്ന് പറയുന്നത് രണ്ടു തന്നെയാ. അവരുടെ സ്നേഹം പരസ്പരം തിരിച്ചറിയാൻ പറ്റില്ല. മക്കളെ, അമ്മുക്കുട്ടിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ സ്നേഹം വേണം. നിങ്ങൾ രണ്ടുപേരെയും നെല്ലിശ്ശേരി കുടുംബത്തിനും വേണം. ഇനി ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ പോലും ഈ കുഞ്ഞിന്റെ പേരിൽ ഒരു തർക്കം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്.